ചോറ്. ഇന്നത്തെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് ഇട്ടു. അതിനുശേഷം ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. കുമ്പളങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങയിട്ട് തേങ്ങ അരച്ച കറി, ഒഴിച്ചുകറി. പിന്നെ ഒരു ചമ്മന്തി, മാങ്ങയും തേങ്ങയും മുളകും എല്ലാം കൂടി അരച്ചൊരു മാങ്ങ ചമ്മന്തി. പപ്പടം വറുത്തത്. ഇന്നത്തെ മെയിൻ താരം ചക്ക മുളുവഷ്യം. ചക്ക മുളുവഷ്യം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ടൊക്കെ കഴിച്ചിരിക്കുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ലഞ്ചാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ കാലത്തെ ഓർമ്മ പുതുക്കുന്ന ഒരു ലഞ്ച്. പണ്ടൊക്കെ ഈ സമയത്ത് ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടോ വെക്കുക. ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കറികളാണ് പണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കിയിട്ടുള്ള ഒരു കറി, ഒരു ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരും കുമ്പളങ്ങയും മുരിങ്ങക്കായ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ കരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരു നന്നാക്കി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്കക്കുരു ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു കഷ്ണം കുമ്പളങ്ങ നുറുക്കിയത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി അടുപ്പത്ത് ഒന്ന് അടച്ചു വെച്ചു. വേവിക്കാനായിട്ട് അടച്ചു വെച്ചു. നല്ലപോലെ തിളച്ചു കേട്ടോ. അടുപ്പൊക്കെ തുറന്ന് നല്ലപോലെ തിളച്ചു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കറികളാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കാറ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വന്നാൽ ഓടി ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് ഓടി ചെല്ലും അടുക്കളയിലേക്ക്. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ മാതിരി സ്നാക്സ് ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ചോറ് കറികളൊക്കെയാണ് നമ്മൾ അന്നൊക്കെ കഴിക്കാറ്. നമ്മൾ സ്കൂളിലോട്ട് വന്നാൽ ഡ്രസ്സൊക്കെ മാറി കുളി കഴിഞ്ഞ് വേഗം കിച്ചണിൽ പോയിട്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ ആയിരിക്കും കഴിക്കുക. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നത്തെ ഇങ്ങനെയുള്ള കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ. എന്ത് രുചിയായിരുന്നു. പക്ഷേ ഇന്നൊന്നും അങ്ങനെയുള്ള രുചിയൊന്നും ഇല്ല കേട്ടോ. അന്നത്തെ നല്ലൊരു ഓർമ്മയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ആ കറി കഴിക്കാനായിട്ട്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ലഞ്ച് ഉണ്ടാക്കിയത്. അത് ആ കുമ്പളങ്ങയും ചക്കക്കുരുയൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് നുറുക്കി വെച്ചിരുന്ന മുരിങ്ങക്കായയും മാങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ തിളച്ചു വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയും ചക്കക്കുരും മുരിങ്ങക്കായൊക്കെ മാങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തു കേട്ടോ. നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ. അപ്പോൾ തേങ്ങയും ജീരകം കൂടി അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരച്ച് വെച്ച തേങ്ങയും ജീരകം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ലപോലെ ഇളക്കി. അതിനുശേഷം ആ പാത്രം കഴുകിയ വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഒരു ഒഴിച്ചുകറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കറിയുടെ പണി ആയി കേട്ടോ. അപ്പോൾ ഒഴിച്ചുകറി റെഡിയായി. തേങ്ങ അരച്ച് വെച്ച പാത്രം കൂടിയും കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. ഇനി വറുത്തിടേണ്ട പണിയേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക്, മുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ.
ഉലുവ വറുത്തിട്ടില്ല, ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടോ. അതിനുശേഷം എന്താ വറുത്തിട്ടു കേട്ടോ. കടുകും മുളകും കരിവേപ്പിലയൊക്കെ വറുത്തിട്ടു. അപ്പോൾ കൂട്ടാൻ റെഡിയായി കേട്ടോ. കുമ്പളങ്ങയും ചക്കക്കുരും മുരിങ്ങക്കായും മാങ്ങയും തേങ്ങ അരച്ച കറി റെഡിയായി. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് കേട്ടോ. അതിനുശേഷം ചക്ക മുളോഷം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ചക്കരിശ്ശേരി വെച്ചിട്ട് കുറച്ച് ചുള ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുളോഷം വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളയ്ക്കാറായപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചക്ക നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക നുറുക്കി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടോ ചക്ക മുളോഷ്യം. അപ്പോൾ ചക്ക ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചു, വേവിക്കാൻ വെച്ചു കേട്ടോ. അത് നല്ലപോലെ തിളച്ച് വന്നു. ചക്കയൊക്കെ വേവാറായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചക്ക എരിശ്ശേരിയല്ലേ വെച്ചത്, അപ്പോൾ ഇന്ന് ചക്ക മുളകുപൊടിയാണ് കേട്ടോ. ചക്കയൊക്കെ നല്ലപോലെ വെന്തു കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു. പെട്ടെന്ന് റെഡിയായി. ചക്ക മുളകൊക്കെ വേഗമാവും. അത് അതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു നുള്ള് കുരുമുളക് പൊടി, വെളുത്ത കുരുമുളക് പൊടി, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതാ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. അതാ അപ്പോൾ ചക്ക മുളക് റെഡി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡിയായി. അപ്പോൾ പണ്ടത്തെ ഓർമ്മയിലുള്ള ലഞ്ച് റെഡിയായി. അപ്പോൾ ഈ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.